ദേവീ ശരണം അമ്മേ. ആറാണെന്നെ കടിക്കും വിഷദശന രവർ ജീവനെ തള്ളിടുന്നു തീരാനോവിൻ മഹാബ്ധിത്തിരകളിലുഴല ശ്രീ മഹാകാളിമാതേ. ആറാരോഷം പുളയ്ക്കും മതമതിഭയതം ലോഭമാത്സര്യമോഹം മാറാക്കാമങ്ങളെന്നീയമ ആഹികളെ അവിടുന്നസ്തവീര്യങ്ങളാക്കൂ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധം 16-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. ചന്ദ്രമണ്ഡലത്തിൻ്റെ മുകളിലായിക്കൊണ്ട് 3 ലക്ഷം യോജന മുകളിലായിക്കൊണ്ട് നക്ഷത്രമണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവ വിനിയോഗത്താൽ അതും മേരുവിനെ തന്നെയാണ് വലം വയ്ക്കുന്നത്. 28 നക്ഷത്രങ്ങൾ, അതായത് നമുക്ക് അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളും കൂടാതെ കണ്ട അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു നക്ഷത്രവുമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിലൊക്കെയാണ് ഭഗവാൻ വാമനമൂർത്തിയുടെ അവതാരം ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. അഭിജിത്ത് എന്ന ഒരു നക്ഷത്രം കൂടി, അങ്ങനെ 28 നക്ഷത്രങ്ങൾ കൂടിയതാണ് എന്ന് കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ നക്ഷത്രമണ്ഡലങ്ങളിൽ നിന്നും 2 ലക്ഷം യോജന മുകളിലായിട്ട് ശുക്രൻ എന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നു. സൂര്യന് മുമ്പും പിമ്പും ഒപ്പമായും ശീഘ്ര മന്ദ സമാന ഗതികളോടെ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ശുക്രഗ്രഹം ലോകർക്കെല്ലാം അനുകൂലനും പ്രായേണ ശുഭപ്രദനുമാണ് എന്നാണ് പറയുന്നത്. മഴ നിർത്താതെ പെയ്യിക്കുന്നത് സദാ ഈ ശുക്രനാണ് എന്ന് പറയുന്നു. ശുക്രനിൽ നിന്ന് 2 ലക്ഷം യോജന അകലെയാണ് ബുധന്റെ സ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. ശീഘ്രമന്ദ സമാനഗതികളാൽ സദാ ശുക്രനെ പോലെയാണ് ഈ ബുധന്റെയും സഞ്ചാരം. ഇതും എന്നാൽ ആദിത്യനിൽ നിന്ന് ആ സോമപുത്രനായിട്ടുള്ള ചന്ദ്രപുത്രനായിട്ടുള്ള ബുധൻ അകലുമ്പോൾ മിക്കവാറും അത് കൊടുങ്കാറ്റ്, പേമാരി തുടങ്ങിയ അശുഭങ്ങൾ ഉണ്ടാക്കുമെന്നതിൻ്റെ സൂചനയാണ് തരുന്നത്. ഈ ബുധൻ എന്ന ഗ്രഹത്തിൽ നിന്ന് 2 ലക്ഷം യോജന മുകളിലായിട്ട് കുജൻ സ്ഥിതി ചെയ്യുന്നു. വക്രത സംഭവിക്കുന്നില്ല എങ്കിൽ ഈ ഗ്രഹം 3 പക്ഷങ്ങൾ കൊണ്ട് ഓരോ രാശിയും വിട്ടുവിട്ട് 12 രാശികളും കടന്നു പോകുന്നു. പ്രായണ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഈ ഗ്രഹം അശുഭ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. കുജനിൽ നിന്ന് 2 ലക്ഷം യോജന ഉയർന്നാണ് ഗുരു നിൽക്കുന്നത്. വക്രത ഉണ്ടാകുന്നില്ല എങ്കിൽ ഓരോ രാശിയിലും ഓരോ സംവത്സരം നിൽക്കും. ബ്രഹ്മജ്ഞർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗൃഹമാണ് ഇത്. അങ്ങനെ ആ കുജനിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഗുരു എന്ന ഗൃഹം, ആ ഗുരു എന്ന ഗൃഹം ബ്രഹ്മജ്ഞർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗൃഹമാണ് എന്ന് നേരത്തെ പറഞ്ഞു. ആ ഗുരുവിൽ നിന്നും, അതായത് വ്യാഴനെയാണ് ഗുരു എന്നൊക്കെ പറയണത്, 2 ലക്ഷം യോജന ഉയരത്തിൽ നിൽക്കുന്നതാണ് ഘോരനായിട്ടുള്ള ശനി എന്ന് പറഞ്ഞതായിട്ടുള്ള സൂര്യപുത്രനായിട്ടുള്ള ഈ ഗ്രഹം. 30 മാസം ഓരോ രാശിയിലും എന്ന കണക്കിന് എല്ലാ രാശികളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മഹാഗ്രഹമായ ഈ ശനി എല്ലാവർക്കും അശുഭപ്രധാനം ആണ് എന്നാണ് കാലജ്ഞന്മാര്, ജ്യോതിഷന്മാരൊക്കെ പറയണത്. അങ്ങനെയുള്ള ശനിയുടെ ഗൃഹത്തിൽ നിന്ന് 11 ലക്ഷം യോജന വടക്കായിട്ടാണ് സപ്ത ഋഷി മണ്ഡലം എന്ന് പറയുന്നത്. സകല ലോകങ്ങൾക്കും ശുഭമാഗ്രഹിക്കുന്ന ആ 7 മഹർഷിമാരും സപ്തർഷികളും
വിഷ്ണുവിൻ്റെ പരമപദത്തെ സദാ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഈ ഋഷിമണ്ഡലത്തിൽ എപ്പോഴും ഇരിക്കണു എന്നവിടെ ആ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും അവയുടെ ശുഭാശുഭ സൂചനകളും മറ്റും ദീർഘമായിട്ട് അല്ലെങ്കിൽ ഹ്രസ്വമായിട്ട് എന്ന് തന്നെ പറയണം, ദീർഘമായിട്ടല്ല ഹ്രസ്വമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സൂര്യപഥത്തിനെക്കുറിച്ചും അതിൽ നിന്ന് മുകളിലുള്ള ലക്ഷം യോജന മുകളിലുള്ള ചന്ദ്രപഥത്തിനെക്കുറിച്ചും ആ ചന്ദ്രനിൽ നിന്നും 3 ലക്ഷം യോജന മുകളിലായി സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള നക്ഷത്ര മണ്ഡലത്തെക്കുറിച്ചും ആ നക്ഷത്ര മണ്ഡലങ്ങൾക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും ഇവിടെ ഇതാ ആ സപ്തഋഷികളുടെ സ്ഥാനം വരെയുള്ള ഭാഗങ്ങളെയാണ് നമുക്ക് ഈ 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരുന്നത്. ഇനി